എല്ലാവരും മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിൽ, ഖുർആനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം പരലോകത്തിൽ സ്വർഗം സമ്പാദിക്കണം എന്നതാണല്ലോ, നരകത്തിൽ നിന്നിട്ട് മോചനം നേടണം എന്നതാണല്ലോ. എന്നാൽ ഈ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഒരുപോലെയാണോ? അവരിൽ നിന്നിട്ട് ഉൾക്കൊള്ളുന്ന ആദർശങ്ങൾ എല്ലാവരുടെയും ഒരുപോലെയാണോ? അവരുടെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക ജീവിതം നയിക്കുന്നത് എല്ലാവരും ഒരുപോലെയാണോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു വരഞ്ഞ ലൈനിൽ നിന്നിട്ട് വിട്ടുപോകുന്നവരായിട്ടാണ് ബഹുഭൂരിപക്ഷത്തെ നാം കാണാറുള്ളത്. അത് നാം പരലോകത്തിൽ വിശ്വസിക്കുന്നവരായതോടുകൂടി തന്നെ ആ പരലോകത്തിലേക്ക് നാം പോകുന്ന വേളയിൽ നമ്മുടെ കൂടെയുള്ളതായ ഭാരിച്ച അമലു സാലിഹാത്താണ് ഉണ്ടാവേണ്ടത്. ഭാരിച്ച തെറ്റുകളല്ല നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. പരലോകത്തിൽ അവിടെ മീസാനുണ്ട്, അവിടെ തൂക്കമുണ്ട്, അവിടെ പരലോക ഇലാഹി കമ്പ്യൂട്ടറുണ്ട്. അതിൻ്റെ രൂപം എന്താണെന്ന് നമുക്കറിയുകയില്ല. ആ തൂക്കത്തിൽ ഭൂമിയിലുള്ളതായ ഏത് തൂക്കം പോലെയല്ല, ഏത് മീസാൻ പോലെയല്ല, ഏത് കമ്പ്യൂട്ടർ പോലെയല്ല, ഏത് നെറ്റ് പോലെയല്ല. അള്ളാഹുവിൻ്റെ മീസാന് വളരെ കൃത്യമാണ്. ഒമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഒമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരാൾ ഇവിടെ വെച്ചിട്ട് അണുവിൻ്റെ അത്ര നന്മ ചെയ്യുകയാണെങ്കിൽ അതവിടെ കാണുക തന്നെ ചെയ്യും. ഒരാൾ ഇവിടെ വെച്ചിട്ട് അണുവിൻ്റെ അത്ര തിന്മ ചെയ്യുകയാണെങ്കിൽ അതവിടെ കാണുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ നാം ജീവിക്കുന്ന ജീവിതത്തിൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ, നന്മയാവട്ടെ തിന്മയാവട്ടെ, നമ്മുടെ ശ്രദ്ധയിൽ നിന്നിട്ട് വിട്ടുപോകുന്നുണ്ടെങ്കിലും നാം മറന്നു പോകുന്നുണ്ടെങ്കിലും അഹ്സാഹുല്ലാഹു വനസൂ, അല്ലാഹ് കൃത്യമായി ക്രോഡീകരിച്ചിട്ടുണ്ട്. വനസൂ, അവർ മറന്നുപോയിരിക്കുകയാണ് കാര്യം. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മറവിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മറക്കുന്ന ആളല്ല എന്ന പദം ഉൾക്കൊള്ളുന്നതായ ആയത്തിനെ നമുക്ക് മനഃപ്പാഠമാക്കി വെച്ച് എന്നും ഓതണമല്ലോ. നമുക്കറിയാം ഏതായത്താണത്? ആയത്തുൽ കുർസി. അതെ, അള്ളാഹു മറക്കുകയില്ല, അള്ളാഹു ഉറങ്ങുകയില്ല, അള്ളാഹു അക്ഷദ്ധനല്ല എന്നീ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ ആ ആയത്ത് നാം ദൈനംദിനം ഓതിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. എന്നിരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ മയ്യത്തിൻ്റെ ബേക്കിൽ പോകലും, മയ്യത്ത് പരിപാലനം നടത്തലും, മയ്യത്ത് നമസ്കരിക്കലും ഇതെല്ലാം നടക്കുമ്പോൾ ഓരോ മനുഷ്യൻ ആ മയ്യത്ത് പോലെ ഞാൻ എന്നത് ഓർക്കണം എന്നതാണ് മക്ക ഇമാം ഖുതുബയുടെ തുടക്കത്തിൽ തന്നെ ഉണർത്തിയത്. ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون എന്ന് പറയുന്ന ആ വിശാലമായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച ശൈലി അതെന്താണ്? വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തനിച്ചിട്ട വന്നത്. ആരും അവിടെ കൂടെ ആൾക്കാരുമായി ഇവിടെ നാം പോകുമ്പോൾ കാറിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, സന്താനമുണ്ട്, കുടുംബമുണ്ട്. അവിടെയാകുമ്പോൾ അങ്ങനെയല്ല, ആരുമില്ല, എല്ലാവരും തനിച്ചാണ്. ഓരോരുത്തരും അവരെക്കുറിച്ച് ചോദിക്കപ്പെടും എന്ന ബോധത്തോടു കൂടി ഇവിടെ ജീവിക്കണം. അപ്പോൾ ഓരോരുത്തരും പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ തെറ്റിനെ മറ്റാൾ പേറുന്നതല്ല. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ഏൽക്കേണ്ടി വരും, നിങ്ങൾ പേറേണ്ടി വരും, അവർ ചെയ്തത് അവരും. അതുകൊണ്ട് അവിടെ എല്ലാവരും നഫ്സി 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 എന്നാണ് പറയുക. അങ്ങനെയുള്ള രംഗത്തിലേക്ക് എത്തണമെന്നത് ഊഹാപോഹമല്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഇമാമുകൾ ഉണർത്താറുള്ളത് പോലെ, പലപ്പോഴും പലരും പിന്നെ അല്ലേ കുറെ കാലം കഴിയണ്ടേ, എത്രയോ വർഷങ്ങൾ കഴിയണ്ടേ എന്ന നിലക്കാണ് ചിന്തിക്കൽ. അല്ല, ഓരോരുത്തരും മനസ്സിലാക്കണം, അവൻ മരിക്കുമ്പോൾ അവൻ്റെ പരലോകം ആരംഭിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പരലോകം ആരംഭിക്കും. ആർക്കും പറയാൻ പറ്റുന്നതല്ല എന്നാണ് മരണമെന്ന വാർത്ത. എന്നിരിക്കവേ ഓരോരുത്തരും ഓരോ നിമിഷത്തിലും സത്യവിശ്വാസിയാണെങ്കിൽ ഒരുങ്ങിയിരിക്കണം ആ മരണത്തിന് വേണ്ടി എന്നതാണ്. അതുകൊണ്ട് നാം മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഞാനായിരിക്കും നാളെ ഈ മയ്യത്തിനെ പോലോത്താളായി മാറുക എന്നതോർക്കണം. നാം മയ്യത്ത് ഏറ്റുകൊണ്ടു പോകുമ്പോൾ ഇതുപോലെയുള്ള വ്യക്തിയായി ഞാൻ നാളെ മാറുമെന്നത് ഓർക്കണം. അപ്രകാരം തന്നെ ഖബറടക്കുന്ന സന്ദർഭത്തിലും അങ്ങനെ തന്നെ. ഖബറടക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും
എന്താ അവിടെ റസൂലുള്ള പഠിപ്പിച്ച ശൈലി തന്നെ എന്താണ്? അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂരി എന്നോ യാ ദാറ ഖൗമി മുഅ്മിനീൻ എന്നോ വഇന്നാ ഇൻഷാ അല്ലാഹു അവിടെ തന്നെ പറയാണ്, അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരും. ഇതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് എന്ത്? ഖബർ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? പരലോകത്തെ ഓർക്കലാണ്, മരണത്തെ ഓർക്കലാണ്, മരണത്തെ സ്മരിക്കലാണ്, ആ പരലോക ജീവിതത്തെക്കുറിച്ച് സ്മരിക്കലാണ്. ഖബർ വിതരണ പദ്ധതികളും ഖബറിന്റെ പേരിൽ ബിസിനസ് നടക്കലും അതൊക്കെ ആധുനിക അനിസ്ലാമിക ചിന്താഗതിയുമായി നടക്കുന്ന അമിത സൂഫിസത്തിന്റെ ഉടമകളോ അല്ലെങ്കിൽ മറ്റു ഇതര തരീഖത്തിന്റെ ഉടമകളോ ചെയ്യുന്നതാണ്. ഇസ്ലാമിക തരീഖത്തിൽ അതില്ല. ഇസ്ലാമിക തരീഖത്തിന്റെ പേരാണ് ശരീഅത്ത്. ആ ശരീഅത്തിൽ അള്ളാഹു പഠിപ്പിച്ചതായ മതത്തിൽ അള്ളാഹുനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം അറിവ്, അള്ളാഹിനോട് മാത്രം സഹായം തേടൽ. ഇപ്പോൾ നിങ്ങൾ നിസ്കരിച്ചില്ലേ ജുമുഅ? അപ്പോൾ എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ എല്ലാവരും നിന്നെ മാത്രമാണ് ആരാധിക്കുക. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് സഹായം തേടുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സഹായത്തിന് അങ്ങനെ അർത്ഥമല്ല, ഈ സഹായത്തിന് വേറെ അർത്ഥമാണ് എന്ന് പറഞ്ഞ് കൈ മലർത്താനില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിടികൂടും റബ്ബ്. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ച് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞു. നിങ്ങൾ പരലോകം ഓർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ തടി കൈച്ചലാക്കാനുള്ള രൂപമാണ്. പച്ച അറബിയിൽ പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നഫ്സി നഫ്സി എന്ന് പറയുന്ന സമയത്ത് ആരെയും ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്താനെന്ന് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ആ ഘട്ടത്തിലേക്ക് എത്താൻ പറ്റുക. അതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ആ സന്ദർഭത്തിലാണ് പലരും വിരൽ കടിക്കേണ്ടി വരിക, പലരും കൈ കടിക്കേണ്ടി വരിക, പലരും ഖേദിക്കേണ്ടി വരിക. അള്ളാഹ് ചോദിക്കുന്നു ആ സന്ദർഭത്തിൽ എന്ത്? ഈ തൂക്കവും അള്ളാഹുവിന്റെ മീസാനൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ. ആ രംഗത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه. ഖുർആനാണ് ഇത്. ഒന്നും രണ്ടും തവണയല്ല, ദശക്കണക്കിൽ പ്രാവശ്യം ഖുർആനിൽ ഈ തുലാസ് പറയുന്നുണ്ട്. എന്തേ? അള്ളാന്റെ അടുക്കൽ കൃകൃത്യമാണ്. എങ്ങനെയെങ്കിലും തടികച്ചലാക്കാൻ പറ്റൂല. കൃകൃത്യമായി അവിടെ ഹിസാബുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കല്ലേ? എന്താ കമ്പ്യൂട്ടർ വന്ന ഉടനെ തന്നെ ലോകം ഞെട്ടിയത്? ഇപ്പോൾ അത്ഭുതമല്ല. കമ്പ്യൂട്ടർ എന്ന സാധനം വന്നപ്പോൾ തന്നെ ലോകം ഞെട്ടുകയുണ്ടായി. ഇവിടെ അന്നത്തെ കാലഘട്ടം ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ആജിമാർ വന്നു കഴിഞ്ഞാൽ അവർ പലരും മുങ്ങും. പലരും എന്ത് സംഭവിക്കും? മുങ്ങും. അപ്പോൾ മുങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് പിടുത്തം കിട്ടൂല. അങ്ങനെയുള്ള കാലഘട്ടം വിട്ട് കടന്നിരുന്നു. ഇപ്പോഴോ അല്ല. അഥവാ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ശേഷമോ അല്ല. പിന്നെയോ കമ്പ്യൂട്ടറിൽ പറയും എന്ത്? ഈ വർഷത്തിൽ 3 മില്യൺ ഹാജിമാർ വന്നു, അതിൽ നിന്നിട്ട് 2.5 മില്യൺ പോയി, 1/2 മില്യൺ ബാക്കിയുണ്ട്, അതിൽ ഇന്ത്യക്കാർ ഇത്രേ, പാകിസ്ഥാനികൾ എത്ര, ഓരോ രാഷ്ട്രക്കാർ ഇത്രേ എന്ന് അവിടെ പ്രഖ്യാപനം വരും. അപ്പോൾ അവർ പോയിട്ടില്ല, ഇവിടെ ഉണ്ട് എന്ന് കമ്പ്യൂട്ടർ പറയുന്നത് കേൾക്കുമ്പോൾ അന്ന് അത്ഭുതം തോന്നിയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് സുബ്ഹാനല്ലാഹ് അതിനേക്കാളും വലിയ വലിയ അത്ഭുതങ്ങൾ നെറ്റ് യുഗത്തിൽ കൂടി കാണാൻ സാധിച്ചു. കൃത്യമായിട്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തുള്ള പലതും ഇങ്ങനെ എണ്ണി എണ്ണി കാണിച്ച് പഠിക്കുന്ന രംഗങ്ങളും എന്നിട്ട് പഠനം നടത്തുന്ന രംഗങ്ങളും ഡോക്ടർമാരൊക്കെ പുരോഗതിയിലേക്ക് എത്തുന്ന രംഗങ്ങളും എഞ്ചിനീയർമാരും പുരോഗതിയിലേക്ക് പണ്ടുള്ളതിനേക്കാൾ ആധുനിക മാധ്യമങ്ങളിലൂടെ എത്തുന്ന രൂപങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നം വെക്കുന്നു. എന്ത്? ഈ യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധി നൽകിയതായ റബ്ബിന്റെ യന്ത്രം പരലോകത്തിൽ, അവന്റെ മീസാൻ പരലോകത്തിൽ എത്ര കൃത്യമായിരിക്കും? എത്ര കൃത്യമായിരിക്കും? അതുകൊണ്ടാണ് പരലോകത്തിൽ അറാഫിനെ കുറിച്ച് നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്. അറാഫ് എന്ന വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ സന്ദർഭം അതേതാണെന്നറിയാമോ? ഭൂമിയിൽ ജീവിച്ച വേളയിൽ ചെയ്തതായ അമലുകൾ തുല്യതയുള്ള, നന്മയും തിന്മയും തുല്യതയുള്ളതായവര് എത്ര കൃത്യമായിരിക്കണം ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. ഇവിടെ ജീവിച്ചപ്പോൾ 60-70 കൊല്ലമോ 100 കൊല്ലമോ ജീവിച്ചപ്പോൾ ചെയ്ത അമലുകൾ അള്ളാന്റെ മീസാനിൽ ഇടുമ്പോൾ അത് മീസാനിൽ ഒരുപോലെയായി വരിക. തൂക്കം കുറയുകയോ കൂടുകയോ ചെയ്യാതെ ആവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ ഖലഖനാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബി ഖദർ,
ഖദർ, അള്ളാഹുവിൻ്റെ കൃത്യത, അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, ഷിട്ടികൾക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്നതായ കാര്യങ്ങൾ, നാം ചെയ്യുന്നതായ വേളയിൽ അധ്വാനിക്കുന്നത് പലപ്പോൾ ജനങ്ങൾ കാണുന്നു, വിഷമിക്കുന്നത് ജനങ്ങൾ കാണുന്നു, പ്രവർത്തിക്കുന്ന ജനങ്ങൾ കാണുന്നു. അതേ സമയത്ത് ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടാത്ത പല കാര്യങ്ങൾ അവിടെയുണ്ട്. ഹൃദയത്തിലുള്ളതായ കരുത്തുകളും നിയ്യത്തുകളും ഉദ്ദേശങ്ങളും നന്മകൾ ഉദ്ദേശിക്കുന്നതും തിന്മകൾ ഉദ്ദേശിക്കുന്നതും അതെല്ലാം ആരേ കാണുള്ളൂ? അള്ളാഹ് മാത്രമേ കാണുള്ളൂ, അവനെ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ അത് നിഷ്ഫലമാകുമോ? ഇല്ല. അത് കൃത്യമായി അള്ളാഹ് അറിഞ്ഞ് കണ്ട് ക്രോഡീകരിച്ച് പരലോകത്തിൽ ഹാജരാക്കും എന്ന അർത്ഥത്തിലേക്ക്. അവിടെ നമുക്ക് ഒരു പക്ഷേ തുല്യത വരുന്നതായ സന്ദർഭത്തിൽ, രക്ഷപ്പെടാൻ പറ്റാത്തതായ സന്ദർഭത്തിൽ ഒരു ഹസനത്ത് തന്നാൽ എൻ്റെ തുലാസ് തൂങ്ങുമല്ലോ, തൂക്കം കൂടുമല്ലോ, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് വാപ്പാനോട് പറഞ്ഞാൽ വാപ്പ കൂട്ടാക്കുമോ? ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ കൂട്ടാക്കുമോ? ഇതൊക്കെ എത്ര കൃത്യമായി ക്ലിയറായി അല്ലാഹ് പറഞ്ഞു. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. അവിടെ ഓരോ മനുഷ്യൻ ഉമ്മയെ തൊട്ട് മക്കൾ, മക്കളെ തൊട്ട് ഉമ്മ, വാപ്പയെ തൊട്ട് മക്കൾ, മക്കളെ തൊട്ട് വാപ്പ, അങ്ങനെ എന്ന് മാത്രമല്ല ഭാര്യയെ തൊട്ട് ഭർത്താവ്, ഭർത്താവിനെ തൊട്ട് ഭാര്യ, അങ്ങും ഇങ്ങും ഓടാണ് നഫ്സി നഫ്സി. എത്രത്തോളം ഹദീസ് പറയുന്നത് അത് ബുഖാരിയിലാണ്, അത് മുസ്ലിമിലാണ്, അത് സഹിയായ ഹദീസുകളിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. എന്ത് എല്ലാ നബിമാരും എന്ത് പറയും? നഫ്സി എന്ന് പറയും. നബിമാരെ, അള്ളാഹിലേക്ക് ഏറ്റവും അടുത്തവരല്ലേ നബിമാർ? അള്ളാഹ് ഭൂമിയിൽ അത്ഭുതങ്ങളാവുന്ന മുഅ്ജിസത്ത് നൽകിയവരല്ലേ നബിമാർ? അള്ളാഹ് അവന്റെ പ്രതിനിധിയായിട്ട് ഷിട്ടികളിലേക്ക് അയക്കപ്പെട്ടവരല്ലേ നബിമാർ? അങ്ങനെയുള്ള നബിമാർ വരെ യൗമ യഖൂലു ആദമുൻ വ അംബിയ എന്ത് നഫ്സി 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 നഫ്സിയാ എന്ന് നാം ചെറുപ്പത്തിലേ പദ്യം കേട്ടിട്ടില്ലേ? എന്താ എൻ്റെ അർത്ഥം? ആദമും സർവ്വ നബിമാരും ആ ദിവസത്തിൽ പറയുന്നതാണ്. എന്ത്? ഇന്ന് മക്ക ഇമാമ് നമ്മുടെ മുമ്പിൽ, ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചതായ ഉമ്മുൽ ഖിയാമത്തിന്റെ ചില ഭാഗം മാത്രമാണ് ഞാൻ അല്പ സമയം കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആ മഹാവൻസഭയിലേക്ക്, മഹ്ശറിലേക്ക് എത്തുമ്പോൾ എല്ലാ നബിമാർ പറയും നഫ്സി 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 നഫ്സി, എൻ്റെ ശരീരമേ എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് അത് പറയുമെന്ന് പാട്ട് പറയല്ല. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളൊക്കെ പരലോകത്തിൽ രക്ഷിക്കാൻ, റെക്കമെൻഡ് ചെയ്യാൻ, ശഫാഅത്ത് ചെയ്യാൻ നബിമാർ അന്വേഷിച്ച് നടക്കും. എന്നിട്ട് ആദമിലേക്ക് പോകും. നിങ്ങൾ അള്ളാന്റെ ആ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഷിട്ടിക്കപ്പെട്ട വ്യക്തിയല്ലേ? അള്ളാന്റെ കൈകൊണ്ട് ഷിട്ടിക്കപ്പെട്ട, അള്ളാഹ് ബഹുമാനിച്ച ആദരിച്ച ആ മഹാനായ വ്യക്തിയല്ലേ? ഞങ്ങളുടെ അബുൽ ബഷറല്ലേ നിങ്ങൾ? മനുഷ്യരാശിയുടെ വാപ്പ എന്നാണ് അവിടെ ആ ഹദീസിൽ പറയുന്നത്. ഇത് ബുഖാരിയിലുള്ളതാണ്, സഹീഹ് ഹദീസിൽ വന്നതാണ്. ഇത് നാം അങ്ങോട്ട് പറയുമെന്നാണ്. അപ്പോൾ വാപ്പ പറയും, ഞാൻ അതിന് അർഹനല്ല, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ എന്നോടും എൻ്റെ ഭാര്യയോടും അഥവാ ഹവ്വാഇനോടും ആ വൃക്ഷത്തിൽ നിന്നിട്ട് തിന്നരുത് എന്ന് റബ്ബ് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിന്നുപോയിട്ടുണ്ട്. മറന്നുപോയപ്പോൾ തിന്നുപോയി, കുറെ കാലം കഴിഞ്ഞ ശേഷമാണ് തിന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തതായ തെറ്റുമായി റബ്ബിൻ്റെ അടുക്കിലേക്ക് എങ്ങനെയാണ് സമീപിക്കുക? ഇത് ഓർത്ത് ഞാൻ ബേജാറിലാണ്, പ്രയാസത്തിലാണ്. അതുകൊണ്ട് വേറെ വല്ലവരെ നോക്കുമെന്ന് പറയുമെന്ന് നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്ന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നൂഹിലേക്ക് ചെല്ലുന്നു, ഇബ്രാഹിമിലേക്ക് ചെല്ലുന്നു, മൂസയിലേക്ക് ചെല്ലുന്നു, ഈസയിലേക്ക് ചെല്ലുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ശഫാഅത്തിന്റെ ഹദീസാണ്. അവിടെ അവസാനം എന്താണ് സംഭവിക്കുക? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ളാഹി പറയുന്നതാണ്, അനാ ലഹാ, അല്ലാഹ് എന്നെ ആ ഗ്രേഡിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചില്ലേ, ഉബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത, നീ വാഗ്ദാനം ചെയ്ത റസൂലിന് നീ വാഗ്ദാനം ചെയ്ത ആ സ്തുത്യർഹമായ പദവി നീ നൽകണം എന്ന് നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചില്ലേ? ആ പദവിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, അതിനർഹനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യൗമ യഖൂലു ഖൈറു ഖൽഖില്ലാഹി യാ ഉമ്മതി യാ ഉമ്മതി യാ ഖൗമി യാ പദ്യത്തിന്റെ പരിപൂർണതയാണ്. മഹാനായ നമ്മുടെ കണ്ണിലുണ്ണിയായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അർശിന്റെ തണലിൽ പോയി സുജൂദ് ചെയ്യുന്നതും എന്നിട്ട് റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുന്നതും റബ്ബുൽ ഇസ്സത്തിനോട് അല്ലാഹ് അവർക്ക് ഇട്ടുകൊടുക്കുന്ന, റസൂൽ പറയുന്നത് ശരിയാണ്, അല്ലാഹ് അവർക്ക് ഇട്ടുകൊടുക്കുന്ന പ്രാർത്ഥനയെ അവർ അല്ലാഹുവിനോട് ചോദിക്കുന്നതും. അല്ലാഹു
ഓർമ്മിപ്പിച്ചു കൊടുക്കും. എന്ത്? ഇന്നത് ചോദിക്കൂ, ഇന്നത് ചോദിക്കൂ, ഇന്നത് ചോദിക്കൂ. അങ്ങനെ അള്ളാഹ് ഇട്ട് കൊടുക്കുന്ന പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇർഫഅ റഅസക സൽ തുഅത ഇശ്ഫഅ തുശഫ, തലപൊക്കൂ, ചോദിച്ചത് കിട്ടാൻ തയ്യാറാണ്, ശഫാർ ചെയ്താൽ ശഫാർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നതും, എന്നിട്ട് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതുമാണ്. ആ ഉമ്മത്തുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് കണ്ടതും കേട്ടതും പൂജിക്കാതെ അള്ളാഹിനെ തരം താഴ്ത്താതെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടൽ അഥവാ ആരാധനയാകുന്ന സഹായം തേടൽ. അതാണ് പറയുന്നത്, അടിവരയിട്ട് മനസ്സിലാക്കുക. ആരാധനയാകുന്ന സഹായം അള്ളാഹു അല്ലാത്തവരോട് തേടിക്കഴിഞ്ഞാൽ അത് ആരോടായിരുന്നാലും ശരി, ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യനോടോ ആരോടായിരുന്നാലും ശരി, അവൻ ആരായി മാറുന്നു? അമുസ്ലിമായി മാറുന്നു. അവന്റെ പ്രാർത്ഥന അള്ളാഹുലേക്ക് കയറുകയില്ല. അവൻ സൂറത്തുൻ നിസായിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവൻ സത്യത്തിൽ നിന്നിട്ട് ദൂരെ പോയവനായി. എന്തുകൊണ്ട്? അള്ളാഹിനെ താഴ്ത്തി, അള്ളാഹിനെ ഒന്നിനും കൊള്ളരുതാത്ത ആളാക്കി മാറ്റി. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് മാത്രമേ സഹായം പാടുള്ളൂ എന്ന് 17 തവണ പറയടോ മുസ്ലിമേ, പറയടി മുസ്ലിമേ എന്ന് എല്ലാ മുസ്ലിമിനോടും മുസ്ലിമത്തിനോടും നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങളുടെ ആരാധന, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങളുടെ സഹായം എന്ന് പറഞ്ഞപ്പോൾ ആ മാത്രം എന്ന് പറഞ്ഞ സമ്മതിച്ച ആ സഹായത്തെ അള്ളാഹിനോട് ആക്കിയില്ല. അത് രോഗം മാറ്റാൻ ഖബറാളി, അല്ലെങ്കിൽ പ്രശ്നം മാറ്റാൻ ഖബറാളി, നേർച്ചയാക്കാൻ ഖബറാളി, ഖബറിൽ കിടക്കുന്ന കൊള്ളുന്നവരോ കൊള്ളുകാത്തവരോ ആയ വിഭാഗത്തെ ആക്കി മാറ്റി അള്ളാഹിനെ തരം താഴ്ത്തി. അതുകൊണ്ട് അള്ളാഹു പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതാണ്, നീ അല്ല മനുഷ്യ, തൂക്കം കൂടിയത് ശിർക്കിനാണ്. തൗഹീദിന്റെ ഭാഗത്തിന് തൂക്കമില്ല. ശിർക്ക് വന്നതോടുകൂടി എത്ര തന്നെ സൽക്രമമുണ്ടെങ്കിൽ ഹബ മൻസൂറ, വെതരപ്പെട്ട ധൂളിയായി പറപ്പിക്കപ്പെടും. അതാണല്ലോ നിങ്ങൾക്കറിയാം, വിഷം അല്പമായിരുന്നാലും എത്ര വലിയ കൂടുതൽ വെള്ളമുണ്ടെങ്കിലും ആ വിഷം അല്പം മതി ആ വെള്ളം മുഴുവനും വെടക്കാക്കാൻ എന്നത് മാതിരിയാണ് ഷിർക്കിന്റെ സ്വഭാവം. അല്പമായിരുന്നാലും വെറുതെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വെറുതെ വാട്സാപ്പിൽ കൂടി ഇങ്ങനെ ഫിഖ്ഹിന്റെ മസല പ്രചരിപ്പിക്കലല്ല പ്രശ്നം. ഫിഖ്ഹ് മസലകൾ എല്ലാവർക്കും അറിയാം, എല്ലാ മദ്ഹബുകാർക്കും അറിയാം. അതിനേക്കാളും മുഖ്യം തൗഹീദ് പ്രചരിപ്പിക്കലാണ്. അതിനേക്കാളും മുഖ്യം ആദർശം പ്രചരിപ്പിക്കലാണ്. അതിനേക്കാളും മുഖ്യം മക്കയിലും മദീനയിലും പുണ്യഭൂമിയിലും സൗദി അറേബ്യയിലും ചുറ്റിപ്പറ്റി താമസിക്കാൻ വരെ ചാൻസ് കിട്ടിയവരിൽ നിന്നിട്ട് പലരും, അറിവുള്ളവരും അറിവില്ലാത്തവരുമെല്ലാം വാട്സപ്പിൽ കൂടി വിതരണം ചെയ്യുന്നത് പലപ്പോഴും ഫിഖ്ഹ് മസ്അലയാണ്. നല്ലതാണ്, ഒരു പ്രശ്നവുമില്ല. അത് തെളിവ് സഹിതം മസ്അല പറഞ്ഞോളി. അതോടൊപ്പം ആ ഫിഖ്ഹ് മസ്അല അനുസരിച്ചിട്ട് ഫിഖ്ഹ് പ്രവർത്തനം ചെയ്തിട്ട് കർമ്മശാസ്ത്രം ജീവിതത്തിൽ പകർത്തിയിട്ട് പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അമൽ, അവർ ചെയ്ത സാർവ കർമ്മശാസ്ത്രത്തിലേക്ക് നാം ചെല്ലും. എന്നിട്ടോ ഫജഅൽനാഹു ഹബഅൻ മൻസൂറ, വിതരപ്പെട്ട ധൂളിയാക്കിയിട്ട് അവരുടെ അമലുകളെ നാം പറപ്പിക്കും എന്ന് അല്ലാഹു പറഞ്ഞതായ ആ മഹാപാപം അതാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ, നിങ്ങളുടെ വാട്സപ്പിലൂടെ, നിങ്ങളുടെ വാർത്താ വിനിമയ കേന്ദ്രങ്ങളിലൂടെ, നിങ്ങൾ എഴുതുന്ന ലേഖനത്തിലൂടെ, നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലൂടെ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനമുണ്ടായടോ നീ ഈ എത്തിക്കുന്ന എത്തത്തിലൂടെ, നിന്റെ ഇൽമിലൂടെ, നിന്റെ ഫിഖ്ഹിലൂടെ, നിന്റെ വിജ്ഞാനത്തിലൂടെ എന്നതാണ് അങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹു ഈ പുണ്യഭൂമിയിൽ വരട്ടെ വരാതിരിക്കട്ടെ, ഈ പുണ്യഭൂമിയിൽ ഇറങ്ങിയതായ തൗഹീദ് ഉൾക്കൊള്ളാൻ ലോക മുസ്ലിങ്ങൾക്കാസകലം പ്രത്യേകം അവരിൽ നിന്നുള്ള പണ്ഡിതന്മാർക്ക് തൗഫീഖ് നൽകട്ടെ. തൂക്കം കൂടി ശിർക്കിന് അപ്പോൾ രക്ഷയില്ല. അവിടെ അള്ളാഹു ചോദിക്കുന്നതാണ്, അല്ല മനുഷ്യ, സംഭവം സഹീഹുൽ മുസ്ലിമിലാണ്. എന്താണ് ചോദിക്കുന്നത്? നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ അടിമ, നിന്നെ ഞാൻ എറിയാൻ പോകുന്ന നരകത്തിൽ നിന്നിട്ട് മോചിക്കാൻ, നീയുള്ള മഹാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂമിയിൽ വല്ലതും നിന്റെ കൂടെയുണ്ടെങ്കിൽ, ഭൂമി ആ സകലമുണ്ടെങ്കിൽ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനിഹി വസാഹിബതിഹി വഅഖിഹി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. മുജ്രിമ്, പരാക്രമിയായ ശിർക്ക് ചെയ്ത അള്ളാഹനെ തരം താഴ്ത്തിയ വിഭാഗം അവിടെ ആഗ്രഹിച്ചു പോകും, അവിടെ ഊഹിച്ചു പോകും, അവിടെ ചിന്തിച്ചു പോകും. എന്ത്? എന്നെ രക്ഷിക്കാൻ പറ്റുന്ന വല്ലതും ലഭിക്കുമെങ്കിൽ, എൻ്റെ കുട്ടിയിലൂടെ എനിക്ക് സ്വർഗം കിട്ടുമെങ്കിൽ, എൻ്റെ ഭാര്യയിലൂടെ സ്വർഗം കിട്ടുമെങ്കിൽ, എൻ്റെ വാപ്പയിലൂടെ സ്വർഗം കിട്ടുമെങ്കിൽ, എൻ്റെ ജ്യേഷ്ഠനിലൂടെ സ്വർഗം കിട്ടുമെങ്കിൽ, അങ്ങനെ കുടുംബ മെമ്പറിൽ നിന്നിട്ട് ഓരോ വ്യക്തികളെ പറഞ്ഞുകൊണ്ട് അവകളെ എല്ലാം ഞാൻ ഇവിടെ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി
വേണ്ടി ഞാൻ പ്രായശ്ചിത്യം നൽകിയിരുന്നേനെ. ഖുർആൻ പറയുന്നു. ആ പറയുന്ന ആയത്തിൻ്റെ വിശദീകരണമായിട്ട് റസൂൽ നമുക്ക് പറഞ്ഞു തരാണ്. അങ്ങനെ വിശദീകരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. റസൂൽ പറഞ്ഞു തരുന്നു നമുക്ക്. അള്ളാഹ് ചോദിക്കുന്നതാണ്, ഈ ശിർക്ക് ചെയ്ത് തെറ്റ് ചെയ്ത് നരകത്തിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് എത്തിയ മനുഷ്യനോട്, നിനക്ക് ഈ ഭൂമിയിൽ വല്ലതുമുണ്ടെങ്കിൽ അത് പ്രായശ്ചിത്യം ചെയ്തിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, അതുണ്ടാവുകയാണെങ്കിൽ നീ അത് കാട്ടുമോ? അപ്പോൾ അവൻ പറയുന്നതാണ്, അതെ, ഭൂമി മുഴുവൻ കിട്ടുകയാണെങ്കിൽ, ഭൂമിയിലുള്ളത് എന്ത് കിട്ടുകയാണെങ്കിൽ, ഭൂമി നിറയെ എന്ത് കിട്ടുകയാണെങ്കിൽ അത് മുഴുവനും, സ്വർണ്ണമാണെങ്കിൽ സ്വർണം, വാപ്പയാണെങ്കിൽ വാപ്പ, ഉമ്മയാണെങ്കിൽ ഉമ്മ, അതെല്ലാം സമർപ്പിച്ച് എനിക്കിവിടെ രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് എനിക്ക് മുഖ്യം. എല്ലാവരും നഫ്സി നഫ്സി പറയുന്ന സമയം, എല്ലാവരും രക്ഷപ്പെടണം. അതെ, എല്ലാവരും പലരും തെറ്റിദ്ധരിക്കുമോ? ആരെങ്കിലും മക്കളെ വിടുമോ? ഭാര്യ വിടുമോ? ഭാര്യ, നീ എൻ്റെ ജീവനാണടി എന്നൊക്കെ പറഞ്ഞ ഭാര്യനെ വിടുന്ന രംഗം ആർക്കും ഓർക്കാൻ തോന്നൂല. അങ്ങനെ എൻ്റെ ഭാര്യ ഞാൻ വിട്ടുപോകുമോ? അതെ, കഥ പറയാറുണ്ട്. എന്ത്? നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ തൂഫാനിൽ മുങ്ങുന്ന ഒരു മനുഷ്യൻ്റെ കഥ. എന്നിട്ടോ ആ മുപ്പത്തി തൂഫാനിൽ മുങ്ങാണ്. അവൾ മുപ്പത്തിയുടെ കൂടെ കുഞ്ഞോമന പൈതലുണ്ട്, മുല കുടിക്കുന്ന കുട്ടിയുണ്ട്. താഴെ നിന്ന് പൊക്കി. പിന്നെ അല്പം വെള്ളം മീതി എത്തിയപ്പോൾ അവൾ മുശ്രിക്കത്താണ്, കാഫറത്താണ്. പിന്നെയും പൊക്കി, പിന്നെയും പൊക്കി, പിന്നെയും പൊക്കി, നെഞ്ചി വരെ പൊക്കി, കഴുത്ത് വരെ പൊക്കി. ഇപ്പോൾ അവൾ തന്നെ മരിക്കുമെന്ന് കണ്ടപ്പോൾ എന്ത് കാട്ടി? കുട്ടിയെ വിട്ടു. ആ കുട്ടിയോടുള്ള സ്നേഹം ജീവൻ രക്ഷപ്പെടുകയില്ല എന്ന് കാണുന്നത് വരെയാണ്. ജീവനിലേക്ക് എത്തുമ്പോൾ പിന്നെ കുട്ടിയോടുള്ളതായ സ്നേഹം പോയി, കുട്ടിയെ വിട്ടു. ഇത് ദുനിയാവിൽ സംഭവിക്കുന്നതാണ്. പരലോകത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അള്ളാഹ് പറയുകയാണ്, എടാ മനുഷ്യ, നിനക്ക് ഇപ്പോൾ നീ ശിർക്ക് ചെയ്തിട്ടാണ് എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. നിനക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. പക്ഷേ ഭൂമിയിൽ വല്ലതും നിനക്ക് കിട്ടുകയാണെങ്കിൽ അത് സമർപ്പിച്ചിട്ട് അതിന് പ്രായശ്ചിത്യം നൽകിയിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അതേ റബ്ബേ എന്ന് പറയുന്നതാണ്. അപ്പോൾ അള്ളാഹ് അത് ഒരു മുഖവര എന്നോളം, ഒരു മുന്നോടി എന്നോളം ചോദ്യമാണ്, എന്നല്ലാതെ അങ്ങനെ ചെയ്യാൻ വേണ്ടി റബ്ബിൻ്റെ ചോദ്യമല്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഞാൻ പണ്ട് നിന്നോട് നീ ഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദമിൻ്റെ മുതുവിൽ നിന്നിട്ട് നിന്നെ പുറത്തിറക്കിയിട്ട് നിന്നോട് ഉടമ്പടി ചെയ്തിരുന്നു. എന്ത്? ഭൂമിയിലേക്ക് എത്തിയാൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് സ്നേഹമല്ലേ? അത് പ്രേമമല്ലേ? അത് ഇബാദത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈമാറി ജനങ്ങളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തി ശിർക്ക് വിതരണം ചെയ്തിട്ട് ഫിഖ്ഹിന്റെ മസല പറഞ്ഞ ആൾക്കാരെ വശീകരിക്കുന്ന പദ്ധതി ഞാൻ കാട്ടിയിരുന്നില്ല, നീ കാട്ടുകയില്ലായിരുന്നു. ഞാൻ അങ്ങനെ മഹാ അപകടം നീ ചെയ്ത കാലത്തെ കുറിച്ച് പരലോകത്തിൽ ചോദിക്കപ്പെടും. എടാ, നീ അങ്ങനെ കാട്ടിയില്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഞാൻ പറയാറുണ്ട് സാധാരണ, വിശ്വാസത്തെ, ആദർശത്തെ മുത്തുപോലെ, മാണിക്യം പോലെ, സ്വർണം പോലെ, പവിഴം പോലെ അല്ല, ജീവൻ പോലെ രക്ഷിക്കേണ്ട കാര്യമാണ്. അതാണ് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നു, നിന്നോട് ഈ തൗഹീദിനെ സംരക്ഷിച്ച് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കണമെന്ന് ഇതിനേക്കാളും നീ ഇപ്പോൾ സമർപ്പിക്കാം റബ്ബേ, ദുനിയാവ് മുഴുവനും എന്ന് പറയാണല്ലോ. ഈ ദുനിയാവ് മുഴുവൻ നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല. പണ്ട് നീ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കാൻ മതി, അർത്താൽ മതി. ഇതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. അതപ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ നീ ഇപ്പോൾ എൻ്റെ കൽപ്പന അനുസരിക്കാതെ, എന്നെ വില വെക്കാതെ, എന്നെ കൂട്ടാക്കാതെ, എന്നെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതെ, എനിക്കുള്ള പ്രാർത്ഥന സമർപ്പിക്കാതെ ദുനിയാവിൽ ജീവിച്ചത് കൊണ്ട് നിന്റെ മടക്കം നരകത്തിലേക്ക് തന്നെ. നീ എന്ത് സമർപ്പിച്ചാലും ഇവിടെ സ്വീകരിക്കുന്നതല്ല എന്ന് പറയപ്പെടുമെന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. നമുക്ക് രക്ഷപ്പെടാൻ നാം പരലോകമുണ്ടെന്ന് വിശ്വസിക്കലല്ല മുഖ്യം, ആ പരലോകത്തിലേക്ക് ഒരുങ്ങലാണ് മുഖ്യം. മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കലല്ല മുഖ്യം. മയ്യത്തിൻ്റെ പരിപാലനത്തിന് പങ്കെടുക്കുമ്പോൾ അതുപോലെ ഞാൻ നാളെ മയ്യത്തായി മാറുമെന്നത് ഓർക്കലാണ് മുഖ്യം. ഇതൊക്കെ മക്ക ഇമാം പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ നാം ഇന്ന് ഡോക്ടർ ആല താലിബ് മക്കയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഉണർത്തുകയുണ്ടായി, നാം പരലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തഹ്ഖീഖുത്ത് തൗഹീദ് അഥവാ നമ്മുടെ ഏകദൈവ വിശ്വാസം ക്ലിയറാക്കാൻ വേണ്ടി പാടുപെടുക. അവിടെ എന്തില്ല, ഉമ്മ പറഞ്ഞല്ലോ, വാപ്പ പറഞ്ഞല്ലോ, ജ്യേഷ്ഠൻ പറഞ്ഞല്ലോ, കുടുംബം പറഞ്ഞല്ലോ, ബഹുഭൂരിപക്ഷം പറഞ്ഞല്ലോ, വളരെ സ്റ്റേജ് കെട്ടിയല്ലോ, തലപ്പാവുകാർ നമ്മെ നയിച്ചല്ലോ എന്നൊന്നും ചിന്തിച്ച് അവിടെ ആരെയും കിട്ടൂല. എല്ലാവരും എവിടെ പോയി? നീ ബേക്കിൽ കൂടിയ വ്യക്തികൾ, നീ ശൈഖന്മാരാണെന്ന് ഗണിച്ചവര്, നീ തരീഖത്തിന്റെ ബേക്കിൽ കൂടിയ ആള്, നീ ഇന്നാളെ മുരീദാണെന്ന് പറഞ്ഞവര്, അവർക്ക് എവിടെ പോയി എന്ന് അവിടുന്ന് ചോദിക്കപ്പെടും. അവിടെ വിരലല്ല, കൈ കടിക്കേണ്ടി വരും. യൗമ യഅ്ളു
ളാലിമു അലാ യദൈഹി, പരാക്രമി അന്ന് കൈകടിക്കുന്നതാണെന്നാണ് അള്ളാഹു പറയുന്നത്. രണ്ട് കൈയെയും കടിക്കും, രണ്ട് കൈയിനെയും. എന്നിട്ട് യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, മുഹമ്മദ് നബി കൊണ്ടുവന്ന ആ തത്വത്തിലേക്ക് അവരുടെ ബാക്കിൽ കൂടി അവരുടെ പിന്നിലാണ് നടന്നുവെങ്കിൽ തരക്കേടില്ലായിരുന്നേനെ. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഞാൻ ഇന്ന ഗ്രൂപ്പിന്റെ ബാക്കിൽ, ഇന്ന വാട്സപ്പിന്റെ ബാക്കിൽ, ഇന്ന മുസ്ലിയാരുടെ ബാക്കിൽ, ഇന്ന മൗലയുടെ ബാക്കിൽ, ഇന്ന ഷിർക്കിലേക്ക് ജനങ്ങളെ ആനയിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ സ്റ്റേജിന്റെ ബാക്കിൽ അണി നടന്നിട്ടില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നേനെ. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാളെ ഞാൻ ചങ്ങാതിയാക്കിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകടിക്കേണ്ട ഗതികേട് വരും. ഷിർക്കിൽ കൂടിയാണ് മരിക്കുന്നതെങ്കിൽ, ഷിർക്കുമായിട്ടാണ് പരലോകത്തിലേക്ക് വരുന്നതെങ്കിൽ. മക്ക ഇമാമ് ഇന്ന് ഖുതുബയുടെ ഒന്നാമത്തെ ഖുതുബയുടെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ ഉണർത്തിയതായ പ്രധാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടതായ തൗഹീദിന്റെ വശം. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നളഉൽ മവാസീനൽ ഖിസ്ത്, നീതിയുടെ തുലാസ് അവിടെ സ്ഥാപിക്കപ്പെടും. നീതിയുടെ തുലാസ് അവിടെ സ്ഥാപിക്കപ്പെടും. ഇവിടെ നീതി കാട്ടി ജീവിച്ചവർക്ക് അവിടെ നീതിയുണ്ട്. അള്ളാഹു പരാക്രമിയല്ല, അക്രമിയല്ല, അനീതി കാട്ടുന്ന ആളല്ല, തീരെ അല്ല. ഉമാ റബ്ബുക ബി ളല്ലാമിൽ ലിൽ അബീദ്, അടിമയെ തീരെ അനീതി കാട്ടാത്ത ആളാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. ആ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ ഇവിടെ വല്ല പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിൽ, നെക്കിറയാണ്, ശൈലി നെക്കിറയാണ്. അറബി ഭാഷയിൽ നെക്കിറ നഫിയുടെ സിയാക്കിൽ വന്നാൽ ഉമൂമിനെ അറിയിക്കും എന്നാണ് അറബി ഗ്രാമറിൻ്റെ ശൈലി. എന്ന് പറഞ്ഞാൽ ഏത് അമൽ നിങ്ങൾ ചെയ്താൽ, ചെറുതോ വലുതോ, നിങ്ങളിപ്പോൾ വഴിയിൽ കൂടി പോവാണ്. ആ വഴിയിൽ കൂടി പോകുമ്പോൾ ഒരു കുപ്പി കഷ്ണം കണ്ടു. അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ വന്നു, ഈ കുപ്പി കഷ്ണം എൻ്റെ ബാക്കിൽ വരുന്ന മുസ്ലിമിൻ്റെ കാലിൽ പെട്ടുപോകരുത്. ഉടനെ തന്നെ അവിടുന്ന് അത് മാറ്റി. അല്ലെങ്കിൽ പള്ളിയിൽ നിങ്ങൾ കടക്കാണ്, പള്ളിയിൽ ചെറിയൊരു മിന്തിയിൽ കണ്ടു. മിന്തിയിൽ അത് വെക്കുന്ന സ്ഥലത്ത് വെക്കാന്നല്ലാതെ വേസ്റ്റായ രൂപത്തിൽ പാടുള്ളതല്ല. എന്തേ? അത് അള്ളാഹിൻ്റെ പള്ളിയാണ്. അള്ളാഹിൻ്റെ പള്ളി ആദരിക്കപ്പെടേണ്ടതാണ്. അത് നീ മാറ്റി വെച്ചു. അത് ഒഴിവാക്കി അവിടെ നിന്ന്. ചെറിയ കാര്യങ്ങൾ. അപ്പോൾ മാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ, നീ ഇവിടെ വല്ല ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജനങ്ങൾ കാണട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണോ, ഭൗതിക നേട്ടങ്ങൾ നേടണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, കാശിന് പകരമാണോ, മരിച്ചവർക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ വല്ല നിലക്കും സമ്പാദിക്കാൻ അനിസ്ലാമിക സമ്പാദ്യത്തിന് വേണ്ടിയാണോ, അല്ല ആ ഖുർആൻ ഓതി അള്ളാഹിലേക്ക് അടുക്കണമെന്ന നല്ല നിയ്യത്തോടു കൂടിയാണോ, ഇതൊക്കെ അറിയുന്ന റബ്ബ് കൃത്യമായിട്ട് കാണുന്നുണ്ട്, കൃത്യമായിട്ട് അത് ക്രോഡീകരിക്കുമെന്നുമുണ്ട്. മാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ എന്ത് അമൽ, ചെറുത് വെവ്വേറെ എടുത്ത് പറയുന്നതിന് പകരം മൊത്തമായി അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ എന്ത് അമൽ ചെയ്യുകയാണെങ്കിൽ വലാ തഅമലൂന മിൻ അമലിൻ, നന്മയാവട്ടെ തിന്മയാവട്ടെ, കണ്ടിട്ടാവട്ടെ കാണാതെ ആവട്ടെ, രഹസ്യമായിട്ടാവട്ടെ പരസ്യമായിട്ടാവട്ടെ, രാത്രിയാവട്ടെ പകലിലാവട്ടെ, ഒളിച്ചിട്ടാവട്ടെ വെളിയിലാവട്ടെ, ഒരു വ്യത്യാസം അല്ലാഹുവിന്റെ അടുക്കലില്ല. വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ. എന്താ വാക്കിന്റെ വൈറ്റ്? നാം അത് വീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ, ഒരുപോലെ കേൾക്കുന്നവൻ, അടുത്ത് ദൂരം എന്ന അല്ലാഹ്ക്കില്ല. അള്ളാഹുവിന് അവൻ അടുത്താണ്, ഇവൻ ദൂരമാണ് എന്നത് അല്ലാഹ്ക്കില്ല. എല്ലാം അല്ലാഹ് വീക്ഷിക്കുന്നു, എല്ലാം അല്ലാഹ് അറിയുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു. ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദ ഇദ് തുഫീദൂന ഫീ, നിങ്ങൾ ആ ഫിൽമിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ ആക്ടിങ്ങിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ റോക്ക് ആൻഡ് റോളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ ചെയ്യുന്ന ക്രൂര കൃത്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി, അതിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൽ നിങ്ങൾ മശ്ഗൂലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വലാ യഅസുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, ഭൂമിയിലോ ആകാശത്തിലോ അണുവിൻ്റെ അത്ര നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവന്റെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറഞ്ഞു പോകുന്നതല്ല.
വമാ യഅസുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി, ഭൂമിയിലോ വലാ ഫിസ് സമാ, ആകാശത്തിലോ എന്ത് ഇവിടെ നടക്കുന്നു അത് മുഴുവനും അല്ലാഹുവിന്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. വലാ യഅസുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക, അണുവിനേക്കാൾ ചെറുതാണെങ്കിലും വലാ അക്ബറ വലുതാണെങ്കിലും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, പ്രത്യക്ഷപ്പെട്ട റബ്ബിന്റെ ആ കിതാബിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പറയപ്പെടും, ശ്രദ്ധിക്കുക, അവിടെ പറയപ്പെടും ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. എത്ര തവണ ഇവൻ ഓതിയ ആയത്താണത് അല്ലേ? എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹ് അവിടുന്ന് നമ്മളോട് പറയും, അത്ഭുതപ്പെടേണ്ടതില്ല, കാണുമ്പോൾ തന്നെ ഞെട്ടാണ്. ഓ എന്താണിത്? പീൽ ഹൗസിൽ ഞാനോ, കള്ള് ഷാപ്പിൽ ഞാനോ, കാശ് വെച്ചിട്ട് മദീനത്ത് ഞാനോ ഇസ്പെറ്റ് കളിക്കുന്നത്? അതൊക്കെ ഇങ്ങനെ അങ്ങനെ കാണാൻ മൂപ്പര്. അപ്പോൾ അത്ഭുതപ്പെടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹാദാ കിതാബുനാ, ഇതാണ് നമ്മുടെ ഗ്രന്ഥം, ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ, ഇതാണ് നമ്മുടെ യന്ത്രം, ഇതാണ് ജനങ്ങൾ ചെയ്ത എ മുതൽ സെഡ് വരെ ഒരു ചേഞ്ച് ഇല്ലാതെ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കപ്പെടുന്ന, പ്രഖ്യാപിക്കപ്പെടുന്ന, ജനങ്ങളുടെ ദൃഷ്ടിയിൽ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നും മനുഷ്യന്മാർക്ക്, ജിന്നുകൾക്ക്. എവിടുന്ന് കിട്ടി റബ്ബിന്? അപ്പോൾ അതിന് മറുപടി കിട്ടും, പറയും പോലെ. എന്ത്? ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഈ ക്രൂരകൃത്യങ്ങൾ, നന്മകളാണെങ്കിൽ നന്മ, തിന്മകളാണെങ്കിൽ തിന്മ, അത് നിങ്ങൾ ചെയ്തതായ സന്ദർഭത്തിൽ നാം അതിന് അങ്ങനെ തന്നെ കോപ്പി അടിക്കുകയായിരുന്നു. നിങ്ങൾ അവിടെ ചെയ്തത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് പറയും പോലെ. ഹദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. ആ സമയത്താണ് വിരൽ കടിക്കുന്നവരും കൈ കടിക്കുന്നവരും കൈക്ക് എടുക്കേണ്ടി വരിക. അതേ സമയത്ത് കിതാബിയ, വരൂ നിങ്ങൾ നോക്കൂ എൻ്റെ ഗ്രന്ഥം, എൻ്റെ കമ്പ്യൂട്ടർ, എനിക്ക് അല്ലാഹു തന്ന ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ, നമസ്കാരങ്ങൾ മുഴുവൻ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥനകൾ മുഴുവനും, അള്ളാഹ്ക്കുള്ള ധർമ്മങ്ങൾ മുഴുവനും, ഖാലിസായ അള്ളാഹ്ക്ക് മാത്രമുള്ള ആത്മാർത്ഥമായി ചെയ്തതായ സേവനങ്ങൾ മുഴുവനും, ദഅവത്തുകളും പ്രബോധനങ്ങളും മുഴുവനും അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് ക്ഷണിക്കുന്ന, നല്ല നല്ല ജനങ്ങളെ നന്മയിലേക്ക് തെളിക്കുന്ന സീഡികളും അപ്രകാരം കേസറ്റുകളും പുസ്തകങ്ങളും പ്രസംഗങ്ങളും ഇതെല്ലാം വിതരണം ചെയ്തതായ ഓരോ മുക്കുമൂലകളിൽ പോയി മുസ്ലിങ്ങളുടെയും വീട്ടിൽ കയറി സത്യം എത്തിച്ചു കൊടുത്ത എല്ലാ രംഗങ്ങളും ഇങ്ങനെ കാണുമ്പോൾ മൂപ്പര് പറക്കാണ്. എന്തിൽ? സന്തോഷത്തിൽ. ആര്? ഈ നല്ല നന്മകൾ ചെയ്ത ആ വലത് കൈയിൽ കിതാബ് കിട്ടിയ മനുഷ്യൻ. അവൻ അവിടുന്ന് പറയുന്നതാണ്, അവൻ അത് ഒന്നല്ല, അവൻ എത്രയോ അവനന്മാർ, എത്രയോ അങ്ങനെയുള്ള മനുഷ്യന്മാർ അവിടെ ഉണ്ടാവാം. ആ ഇനത്തിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തട്ടെ. എന്ത് പറയുന്നത്? എനിക്ക് ഈ ഇവിടെ ജനങ്ങളൊക്കെ പ്രയാസപ്പെടുമ്പോൾ, ജനങ്ങളൊക്കെ ഇവിടെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, വേറപ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്തേ സന്തോഷിക്കാൻ പറ്റി? എനിക്കെന്തേ ആഹ്ലാദിക്കാൻ പറ്റി? ഇതിനെന്താ കാരണം? ഇന്നി വനന്തു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. അന്നീ മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെയുള്ളൊരു ലോകം വരാൻ പോകുന്നുണ്ട്. ഈ ലോകത്തിൽ ഇവിടെ ചോദ്യമുണ്ട്, മറുപടിയുണ്ട്, മീസാനുണ്ട്, ഹിസാബുണ്ട്, അദാബുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, മഹ്ശറയുണ്ട്, ശഫാഅത്തുണ്ട്, അതുപോലെ തന്നെ ഹൗദുൽ കൗസറുണ്ട്. അത് അവഗണിക്കപ്പെടുന്നവരുണ്ട്, അവഗണിക്കപ്പെടാത്തവരുണ്ട്. ഇതെല്ലാം പണ്ടേ ഞാൻ വിശ്വസിച്ചിരുന്നു, ഉൾക്കൊണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ അത്ഭുതം, ഈ നിങ്ങളൊക്കെ ബേജാറാകുമ്പോൾ, നിങ്ങളൊക്കെ പ്രയാസപ്പെടുമ്പോൾ ഞാൻ സന്തോഷിക്കാൻ കാരണം. കേട്ടില്ലേ? മക്ക ഇമാമ് ഇന്ന് പരലോകം പറഞ്ഞപ്പോൾ ഉണർത്തിയ ഭാഗമാണ് മക്കയിൽ നടന്നതായ ഖുതുബയിൽ. മുസ്ലിം ലോകമേ, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അഖീദ, അവരവരുടെ വിശ്വാസം സംരക്ഷിക്കണം. എല്ലാവരും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി, അള്ളാഹ്ക്ക് മാത്രം അറുത്ത്, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച്, അള്ളാഹ്ക്ക് മാത്രം മരിക്കുന്ന ഒറിജിനൽ അഹ്ലുസ്സുന്നത്ത് വൽ ജമാഅത്തിൽ പെടണം എന്ന് മക്ക ഇമാമ് ഖുതുബയുടെ തുടക്കത്തിൽ ഊന്നിപ്പറഞ്ഞു. എന്ത് വേണമെങ്കിൽ ഈമാനോടുകൂടി
കൂടി മരിക്കണമെങ്കിൽ, എന്ത് വേണമെങ്കിൽ ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, എന്ത് വേണമെങ്കിൽ പരലോകത്തിൽ നമുക്ക് മീസാൻ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ മീസാനിൽ നമുക്ക് മുൻതൂക്കമുണ്ടാവേണമെങ്കിൽ, അതാണ് ഞാൻ ഓതി വെച്ചതായ അൽ-ഹാഖ സൂറത്തിൽ അള്ളാഹു പറയുന്നത്. സത്യവിശ്വാസിയായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ആളായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ വാക്ക് ജീവിതത്തിൽ നടപ്പാക്കിയ വ്യക്തിയായ ആ സത്യവിശ്വാസി പറയുന്നു, വരൂ, വായിക്കൂ, നോക്കൂ എൻ്റെ ഗ്രന്ഥത്തിന്റെ കോലം. എല്ലാം അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൽ, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കൽ, അള്ളാഹ്ക്ക് മാത്രം അറക്കൽ, അള്ളാഹ്ക്ക് മാത്രം നമസ്കാരം, അള്ളാഹ്ക്കുള്ള ഖുർആൻ പാരായണം, സേവനങ്ങൾ, ഇസ്ലാമിന് വേണ്ടിയുള്ളതായ സമർപ്പണങ്ങൾ, ഇസ്ലാമിന് വേണ്ടിയുള്ളതായ ജിഹാദുകൾ, ഇസ്ലാമിന് വേണ്ടിയുള്ളതായ സേവനങ്ങൾ, മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കൽ എന്നല്ലാതെ ഞാൻ ഒരു ഭാര്യ ഒരു തട്ടാനും മതി എന്ന് വിചാരിച്ചിട്ട് എന്തടോ നീ ക്ലാസ്സിന് പോകാത്തത്? ഞാൻ ഇവിടെ കാശുണ്ടാക്കാനാ വന്നത്, ക്ലാസ് കേൾക്കാനല്ല വന്നത്. മറുപടി നമ്മൾ എന്നിട്ട് ഒരു സഹോദരൻ പറഞ്ഞ മറുപടിയാണ്. എന്നിട്ട് നീ നിന്റെ കുടുംബ മെമ്പർമാരെ നന്നാക്കിയോ, നിന്റെ ഭാര്യയെ നന്നാക്കിയോ, നിന്റെ കുട്ടികളെ നന്നാക്കിയോ, നിന്റെ എളാപ്പ മൂത്തപ്പമാരെ നന്നാക്കിയോ? നന്നാക്കണ്ട, നീ അതിന് പരിശ്രമം നടത്തിയോ? നീ എത്തിച്ചു കൊടുത്തോ? അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. നാം എന്നും അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കല്ലേ അഞ്ചൊക്ത്. ഈ അഞ്ചൊക്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹിനോട് പറയല്ലേ എന്ത്? ഇന്ന സലാത്തിയോ റുസുഖിയോ മഹ്യായോ മമാത്തി ഇല്ലാഹി റബ്ബിൽ ആലമീൻ. നാം പ്രാർത്ഥിക്കേണ്ടതും ആരാധിക്കേണ്ടതും നേർച്ചയാക്കേണ്ടതും അറക്കേണ്ടതും അള്ളാഹ്ക്ക് മാത്രമെന്ന് അള്ളാഹിനോട് സമ്മതിക്കല്ലേ. ഇത് കാസർഗോഡുകാർ പറയും പോലെ വാക്ക് ബൈത്താനി കോലെ ശൈത്താനിയാവാൻ പാടുള്ളതല്ലോ. മറിച്ച് നാം പറയുന്ന വാക്ക് ഫിറ്റാക്കുക, അള്ളാഹിനോട് പറഞ്ഞത് നാം നടപ്പാക്കുക. അതെങ്കിലും ചെയ്യണ്ടേ? നമുക്ക് കിട്ടിയ അള്ള തന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സത്യത്തിലേക്ക് എത്താൻ പരിശ്രമിച്ചില്ലെങ്കിൽ ഇന്ന് മരിക്കേണ്ടി വന്നാൽ എത്ര മലയാളികൾ, ഇപ്പോൾ മലയാളികൾ തന്നെ, മംഗലാപുരക്കാർ തന്നെ, ഇന്ത്യക്കാർ തന്നെ ആക്സിഡന്റായി മരിക്കുന്ന കേൾക്കുന്നു. കാറ് മറിഞ്ഞു പോലോ, ഭാര്യയും മരിച്ചു, ഭർത്താവും മരിച്ചു പോലെ പഠിത്തം കേട്ടു, ഭാര്യയും ഭർത്താവും മരിച്ചു പോലെ എത്ര എത്ര സംഭവം കേട്ടു. എന്തേ നിനക്കും എനക്കൊക്കെ അള്ളാഹ്ക്ക് എന്നോട് എന്തോ ഒരു സ്നേഹം, അള്ള എന്നെ അങ്ങനെയൊന്നും മരിപ്പിക്കൂല, എനിക്ക് മുൻകൂട്ടി വിവരമൊക്കെ തരും. അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങനെ വല്ല ധൈര്യമുണ്ടോ പറയാൻ? ഇല്ല. എല്ലാവരും ഒരുപോലെ തന്നെ. ആർക്കും സംഭവിക്കുക, എനിക്കും സംഭവിക്കും, നിനക്കും സംഭവിക്കും. പെട്ടെന്നാണ് മരിക്കുന്നതെങ്കിൽ ആ കൈ കടിക്കേണ്ടി വരൂല്ലേ മനുഷ്യ. മരിക്കുന്ന സമയത്തിൽ മലക്കുകൾ ഇടിച്ച് ചോദിക്കുമെന്ന് ഖുർആൻ പറയാണ്, ഞാൻ പറയല്ല. ഇവിടെ പണ്ഡിതന്മാരിരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കൂ. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഏത്? പരാക്രമികളുടെ, അഥവാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ പരാക്രമി എന്ന് പറയുന്നത്. പരാക്രമികൾ മരിക്കുന്ന സമയത്തിൽ ബേക്കിൽ നിന്നിട്ട് ഇടികൊള്ളും. തുടക്കത്തിൽ തന്നെ ഖബറിലേക്ക് എത്തൂല. ഇപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ നാം കാണൂല. നാം കാണുന്നത് അയാൾ കണ്ണൂരിൽ ഉരുട്ടുന്നതാണ്. പക്ഷേ നാം കാണാത്ത ലോകത്തിൽ അവൻ കടന്നു. അവൻ മലക്കുകളെ കാണുന്നു, അദാബ് കാണുന്നു, ഇഖാബ് കാണുന്നു, സ്വർഗം കാണുന്നു, നരകം കാണുന്നു. എപ്പോൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലുമല്ല, നമ്മുടെ കണ്ണിലുണ്ടിയായ, നമ്മുടെ മുമ്പിൽ അന്ത്യവിഷം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയാണ്. അതുകൊണ്ട് തടി കഴിച്ചലാക്കിക്കോളീൻ. മക്കാ ഇമാം പറഞ്ഞതുപോലെ, മക്കാ ഇമാമിന്റെ ശൈലിയാണ്, നിങ്ങൾ തടി കഴിച്ചലാക്കുക. എന്ത്? നഫ്സി 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 എന്ന് പറയുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ആ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അമൽ സാലിഹാത്ത് ഉണ്ടാവണം. എല്ലാ 3 സാധനം പോകുന്നു. കുടുംബക്കാര്, പിന്നൊന്ന് അമല്, പിന്നൊന്ന് സമ്പത്ത്. ഇതിൽ നിന്നിട്ട് 2 തിരിച്ചു വരുന്നു. സമ്പത്ത് മൂപ്പരുടെ കൂടെ പോകില്ല, അത് അനന്തരഭാഷികൾ എടുക്കുന്നു. കുടുംബക്കാർ മൂപ്പരുടെ കൂടെ പോകില്ല. മൂപ്പര് മരിച്ചിട്ടില്ലല്ലോ, മരിച്ചാളല്ലേ ഇറങ്ങുള്ളൂ. മരിക്കാത്ത ആളെ പുറത്ത് അല്ലേ? അപ്പൊ മരിച്ചാളെ താഴെ ഇറങ്ങി, മരിക്കാത്ത ആളെ മടങ്ങി വന്നു. പിന്നെ ഈ മരിച്ചാളാ പോവാ. മൂപ്പരുടെ കൂടെ എന്തേ ഉള്ളൂ? അമൽ സാലിഹ്, സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. സൽക്കർമ്മം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ രക്ഷയില്ല. ആ സൽക്കർമ്മത്തിൽ മുഖ്യമേതാണ്? അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം പ്രാർത്ഥന, ആരാധന. അങ്ങനെയും ആയിക്കൂടെ, ഇങ്ങനെയും ആയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് നിരപരാധികളായ പാമരന്മാരായ അറിവില്ലാത്തവരായ വിഭാഗത്തെ വഞ്ചിക്കുന്ന ശൈലി, അത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തോട് തൽക്കാലം ഞാൻ വിട വാങ്ങുന്നു.